ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നു. ഈ പിടിച്ചുകൊണ്ടുവരപ്പെട്ട വ്യക്തി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്തിരിക്കുന്നു, അതാണ് കുറ്റം. അങ്ങനെ ഖലീഫയുടെ മുന്നിലേക്ക് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഇയാൾ കൊല ചെയ്തു, അതുകൊണ്ട് പ്രതിക്രിയ നടപ്പിലാക്കണമെന്ന് ആ കൊണ്ടുവന്നവർ ഉമർ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു ആ മനുഷ്യനെ ചോദ്യം ചെയ്തു. അപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാൻ കൊന്നതാണെന്ന് സമ്മതിച്ചു. സമ്മതിച്ച സ്ഥിതിക്ക് പ്രതിക്രിയ കിസാസ് നടപ്പിലാക്കൽ നിർബന്ധമാണ്. പക്ഷെ അയാൾ ഉമർ റളിയല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു, എന്നെ വെറുതെ വിടണം, എനിക്ക് മാപ്പ് തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഖലീഫയ്ക്ക് മാപ്പ് കൊടുക്കാൻ അവകാശമില്ല. മാപ്പ് കൊടുക്കാനുള്ള അവകാശം കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കാണ്. അവർ മാപ്പ് കൊടുത്താലേ വെറുതെ വിടാൻ പാടുള്ളൂ. ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കാനേ ഖലീഫയ്ക്ക് അധികാരമുള്ളൂ. ഉമർ റളിയല്ലാഹു ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അപ്പോൾ അന്നേരം അയാൾ ഉമറിനോട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം വേണം കുടിക്കാനെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അയാൾ ഉമറിനോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ വെള്ളം കുടിച്ച് കഴിയുന്നവരെ എന്നെ കൊല്ലരുത്. അപ്പൊ ഖലീഫ സമ്മതിച്ചു, വെള്ളം കുടിച്ചിട്ടേ കൊല്ലുള്ളൂ, സമ്മതിച്ചു. അപ്പോൾ അയാൾ ചെയ്ത പണി, ആ വെള്ളം അയാൾ നിലത്ത് ഒടിച്ചു കളഞ്ഞു. അപ്പോൾ കൊല്ലാൻ പാടില്ല, കാരണം വെള്ളം കുടിച്ചിട്ടില്ല അയാൾ. സത്യത്തിൽ ഉമർ റളിയല്ലാഹു ശരിക്കും പെട്ടു ആ സമയത്ത്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഏതായാലും നിന്നെ ഞാൻ കൊല്ലും. കാരണം ഇപ്പോ ആദ്യം ഒരാളെ കൊന്നു, ഇപ്പോൾ നീ എന്നെ ചതിച്ചു. കുടിക്കാനെന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിയിട്ട് നിലത്ത് ഒഴിച്ചു കളഞ്ഞു, അത് കുടിക്കുന്നവരെ കൊല്ലരുതെന്നാണ് നീ എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ എണീറ്റ് നിന്നിട്ട് ഉമറിനോട് പറഞ്ഞു, ഖലീഫ, നിങ്ങൾ വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. വാക്ക് പാലിക്കണമെന്നാണല്ലോ തിരുനബി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അയാൾ വെള്ളം കുടിക്കുന്നത് വരെ കൊല്ലില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചതാണ്. അയാൾ വെള്ളം കുടിച്ചിട്ടില്ല, അയാൾ ഒഴിച്ചു കളയാണ് ചെയ്തത്, അതുകൊണ്ട് കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പേടിച്ചിട്ടല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, ആ ഇസ്ലാമിന്റെ മനോഹാരിത കണ്ടിട്ടാണ്, അതിന്റെ ആ സൗന്ദര്യം കണ്ടിട്ടാണ് ഞാനിപ്പോൾ മുസ്ലിം ആകണം. കാരണം സത്യത്തിൽ ഞാൻ കൊല്ലപ്പെടേണ്ട ആളാണ്. ഞാൻ കൊല്ലപ്പെടേണ്ട ആളായിട്ട് പോലും വാക്ക് പാലിച്ചുകൊണ്ട് എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞത് എന്നെ പിടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇത്രമാത്രം വാക്ക് പാലിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടൊരു മതമാണെങ്കിൽ ആ മതം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്, അതിന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതെന്ന് ആ മനുഷ്യനോട് വച്ച് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വാക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ഇതിൽ ഉറച്ചു നിൽക്കണം. രാവിലെയും വൈകുന്നേരവും വാക്ക് മാറ്റാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനും അത് പാലിക്കാനും കഴിയണം. വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എത്രമാത്രം ജാഗ്രത കാണിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം ഇമാം അബൂ ദാവൂദ് ധരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബൂ ഹംസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ്, അദ്ദേഹം സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഞാനും നബിയും തമ്മിലൊരു കച്ചവടം നടത്തി. നബിയുടെ കയ്യിൽ നിന്നൊരു സാധനം ഞാൻ വാങ്ങി, അതിന് കുറച്ച് പൈസ കൊടുത്തു, കുറച്ച് പിന്നീട് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നബിയെ കണ്ടപ്പോൾ നബിയോട് പറഞ്ഞു, അങ്ങുമായി ഞാൻ അന്ന് നടത്തിയ കച്ചവടത്തിന്റെ കുറച്ച് കാശ് തങ്ങൾക്ക് ബാക്കി തരാനുണ്ടല്ലോ, ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തുകൊണ്ട് വരാം, പൈസയായിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ പോയ ആളിത് മറന്നുപോയി. അയാൾ വേറെ ജോലികളിൽ ബന്ധപ്പെട്ട് അയാൾ മറന്നുപോയി. 3 ദിവസം കഴിഞ്ഞാണ് ഈ കാര്യം ഓർക്കണത്. നബീനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് മനുഷ്യൻ മടങ്ങി വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് തന്നെയുണ്ട്. നമ്മൾ ആലോചിച്ചു, 3 ദിവസം ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ആ സ്ഥലത്ത് കാത്തിരിക്കുകയാണ് തിരുനബി. ഇദ്ദേഹത്തെ കണ്ട മാത്രമേ നബി പറഞ്ഞു, ഏ യുവാവേ, നീ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയല്ലോ, 3 ദിവസമായി നീ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ കാത്തിരിക്കുക. വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഈ 3 ദിവസം ഇവിടെ കാത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാറുണ്ട്, ചിലരുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല, മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതൊരു വിശ്വാസിക്ക് യോജിച്ച പണിയല്ല. അതുകൊണ്ട് വാക്കിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.